Hi all, this is Sanoob here. പണ്ട് നെസ്ലെ മൈലോ എന്ന് പറഞ്ഞിട്ട് പാലില് കലക്കുന്ന ഒരു പൊടി ഉണ്ടായിരുന്നു. അപ്പൊ പണ്ട് എന്റെ വീട്ടിലൊക്കെ ഇത് വാങ്ങിച്ചിരുന്നു. വേറെ ഒന്നുമല്ല, ഞാൻ നിർബന്ധിക്കുന്നതുകൊണ്ടാണ്. ഞാൻ നിർബന്ധിക്കുന്നത് പാൽ കുടിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, അതിന്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ കൂടെ പല സാധനങ്ങളും കിട്ടുമായിരുന്നു. ഇപ്പൊ ക്രിക്കറ്റ് ബാറ്റ്, ബോള്, ടെന്നീസ് ബോള്, ചെറിയ ചെറിയ ഗെയിംസ്, അങ്ങനത്തെ സാധനങ്ങൾ കിട്ടുമായിരുന്നു. ഇത് എല്ലാ 3 മാസം കൂടുമ്പോൾ അവർ ഈ ഫ്രീ ആയിട്ടുള്ള സാധനങ്ങൾ മാറ്റുകയും ചെയ്യും. അപ്പോൾ ഈ ഫ്രീ കിട്ടാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് ഞാൻ പാല് കുടിക്കുകയും ഈ പൊടി തീർക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പൊ നെസ്ലെ മൈലും ഇല്ല. കാരണം വേറെ ഒന്നുമല്ല, മാർക്കറ്റിൽ അതേപോലെ തന്നെ ഹോർലിക്സും ബോൺവിറ്റയൊക്കെ അവരുടെ മാർക്കറ്റ് ഷെയർ കംപ്ലീറ്റ് ആക്കിയോണ്ടാണ് ഇപ്പൊ ഫ്രീ അധികം ഓടിയിട്ടില്ല. ഇപ്പൊ 2 ദിവസം മുമ്പ് നടന്നൊരു സംഭവമാണ്. ഒരു ക്ലയന്റ് മെസ്സേജ് അയച്ച് ചോദിച്ചു, സനൂപ് നമ്മൾ ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട്സിനൊക്കെ ഫ്രീ ഇൻഷുറൻസ് ഇല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഈ ഇന്ന ഫണ്ടിനൊക്കെ ഫ്രീ ഇൻഷുറൻസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഒരിക്കലും ഒരു ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ആയിട്ട് അല്ല ചെയ്തിരിക്കണേ. അത് കമ്പനി ജസ്റ്റ് ഫ്രീ ആയിട്ട് തരുന്ന ഒരു ആഡ് ഓൺ ഫീച്ചർ ആണ്. അത് കാരണം മാത്രം ടിക്കറ്റ് കൊടുത്തിരിക്കണേണ്. അല്ലാതെ ഫണ്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊരു ക്രൈറ്റീരിയ ആയിട്ടില്ല എന്ന് പറഞ്ഞു. പലപ്പോഴും മലയാളികൾക്കും പൊതുവെ വേറെ ആളുകൾക്കും ഉള്ള ഒരു ടെൻഡൻസിയാണ് ഫ്രീ എന്ന് കേൾക്കുമ്പോൾ ചാടി വീഴും. അതിപ്പോ പണ്ട് തമാശക്ക് പറയുന്നത്, ഫ്രീ ആയിട്ട് വിഷം കൊടുത്താൽ വരെ ഒരു മലയാളി എടുത്ത് കുടിക്കും എന്നുള്ളൊരു കാര്യം. അപ്പൊ നമ്മള് എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഒരിക്കലും മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റും ഇൻഷുറൻസും ആയിട്ട് മിക്സ് ചെയ്യരുത്. ഒരു മ്യൂച്വൽ ഫണ്ട് എടുക്കാൻ ഉള്ളൊരു ക്രൈറ്റീരിയ ആയിരിക്കരുത് ആ കമ്പനി ഫ്രീ ആയിട്ട് ഇൻഷുറൻസ് തരാ എന്നുള്ളൊരു കാര്യം. ഇപ്പോ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയിൽ 3 കമ്പനീസ് ഈ ഫ്രീ ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ചെയ്യുന്ന SIP എമൗണ്ടിന്റെ 10 ടൈംസ്, 50 ടൈംസ്, 100 ടൈംസ് കൊല്ലം കൂടും തോറും ഈ ഇത് ഇൻഷുറൻസിന്റെ ഇതും കൂടും, നമുക്ക് കിട്ടാവുന്ന എമൗണ്ടും കൂടും. ഇത് ഒരിക്കലും അത് ഒരു ഇൻഷുറൻസ്, ഒരു മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യരുത്. കാരണം വേറൊന്നുമല്ല, ഈ ഞാൻ പറയുന്ന ഈ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഇൻഷുറൻസ് കമ്പനി ഒരിക്കലും എന്തെങ്കിലും ഫ്രീ എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ അകത്തൊരു ക്യാച്ച് ഉണ്ടാവും. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. കമ്പനി എന്തുകൊണ്ടാണ് ഒരു ആവശ്യമില്ലാതെ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഫ്രീ ആയിട്ട് ഇൻഷുറൻസ് കൊടുക്കേണ്ടത്? നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഏത് മ്യൂച്വൽ ഫണ്ട് ആണെങ്കിലും ആ മ്യൂച്വൽ ഫണ്ട് റൺ ചെയ്യാനായിട്ട് ഒരു എക്സ്പെൻസ് ഉണ്ട്. അതിന് എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയും. അപ്പൊ ഈ എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുകയാണെങ്കിൽ ആ ഫണ്ടിന്റെ ടോട്ടൽ AUM, അസറ്റ് അണ്ടർ മാനേജ്മെന്റ്, അതായത് ആൾക്കാർക്ക് കൂടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട്, അതാണ് AUM എന്ന് പറയും. അതിന്റെ ഒരു പെർസെന്റേജ് ആയിരിക്കും എക്സ്പെൻസ് റേഷ്യോ. യൂഷ്വലി 2% വരാറ്. അപ്പോ കൂടുതൽ ഫണ്ട്സ് ഉള്ള കമ്പനീസിന് 2% എക്സ്പെൻസ് റേഷ്യോ ചാർജ് ചെയ്യാം. ഇപ്പൊ ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ, ഇപ്പൊ 1000 കോടി, ഇതിപ്പോ ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ 100 കോടി AUM ഉള്ള കമ്പനിയാന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ആ മ്യൂച്വൽ ഫണ്ട് റൺ ചെയ്യാനായിട്ട് ആ 100 കോടിയുടെ 2%, 2 കോടി വെച്ചിട്ട് എല്ലാ കൊല്ലവും ആ കമ്പനിക്ക് എടുക്കാം. അപ്പോ ഈ ഫ്രീ എന്നുള്ളൊരു ടാഗ് വെച്ചിട്ട്, ഫ്രീ ഇൻഷുറൻസ് കവറേജ് എന്ന് പറഞ്ഞിട്ടൊരു ടാഗ് വെച്ച് കഴിഞ്ഞ് മ്യൂച്വൽ ഫണ്ട് സെല് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാന്ന് വിചാരിച്ചാൽ, പല ആളുകളും ഇനി ഇൻഷുറൻസ് എടുക്കണ്ടല്ലോ, നമുക്ക് മ്യൂച്വൽ ഫണ്ട് എടുക്കുമ്പോൾ ഇത് ഫ്രീ കിട്ടുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ മ്യൂച്വൽ ഫണ്ട്സ് എടുക്കും. ഈ മ്യൂച്വൽ ഫണ്ട്സിൽ ഒരു ക്യാച്ച് ഉള്ളതെന്ന് ചോദിച്ചാൽ, ഈ മ്യൂച്വൽ ഫണ്ട്സിൽ എക്സ്പെൻസ് റേഷ്യോ കൂടുതലാണ്. എക്സ്പെൻസ് റേഷ്യോ കൂടുതലെന്ന് ചോദിച്ചാൽ ഇപ്പൊ യൂഷ്വലി 2% ആണ്. അത് മാത്രമല്ല, ഈ മ്യൂച്വൽ ഫണ്ടിൽ ഇപ്പൊ യൂഷ്വലി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ 1 കൊല്ലത്തിൽ എക്സിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു എക്സിറ്റ് ലോഡ് എന്ന് പറഞ്ഞിട്ട് 1% ചാർജ് ചെയ്യും. എന്നാൽ ഈ ഇൻഷുറൻസ് ഫ്രീ തരുന്ന മ്യൂച്വൽ ഫണ്ട്സ് ആണെങ്കിൽ 1 കൊല്ലത്തിൽ എക്സിറ്റ് ചെയ്യുകയാണെങ്കിൽ 2% കട്ട് ചെയ്യും. അത് 1 കൊല്ലത്തിന്റെ മുകളിൽ 3 കൊല്ലം വരെ അതിന്റെ ഉള്ളിൽ എക്സിറ്റ് ചെയ്യുകയാണെങ്കിൽ 1% കട്ട് ചെയ്യും. എന്നാൽ ബാക്കി മ്യൂച്വൽ ഫണ്ട് കമ്പനീസ് 1 കൊല്ലം കഴിഞ്ഞിട്ട് ഏത് ഇക്വിറ്റി ഫണ്ട്സ് എക്സിറ്റ് ചെയ്താലും സൗജന്യമാണ്, എക്സിറ്റ് ലോഡൊന്നും ചാർജ് ചെയ്യില്ല. അപ്പൊ ഈ ഫ്രീ എന്നുള്ളൊരു സ്ഥലത്ത് അവിടെ ഒരു ക്യാച്ച് വന്നു. ഒരിക്കലും ഇൻഷുറൻസും മ്യൂച്വൽ ഫണ്ട്സും ആയിട്ട് മിക്സ് ചെയ്യരുത്. ആർക്കാണ് ഒരു ടേം ഇൻഷുറൻസ് അഥവാ ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഒരു ലംസമായിട്ട് ഒരു എമൗണ്ട് കിട്ടുന്നത്, ആർക്കാണ് അതിന്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ, നല്ല ലയബിലിറ്റി ഉള്ളവർ, അതായത് ഇപ്പോ ഹൗസ് ലോണോ അതോ കുറെ കടങ്ങളോ അങ്ങനത്തെ ഉള്ള ആളുകൾക്കാണ് എന്തെങ്കിലും ഒരു മിസ്ഹാപ്പ് സംഭവിക്കണമെങ്കിൽ ലംസമായിട്ട് ഒരു എമൗണ്ട് അദ്ദേഹത്തിന്റെ നോമിനിക്ക് കിട്ടാനായിട്ട്
ടേം ഇൻഷുറൻസ് എടുക്കുന്നത്. ഇപ്പോൾ ഹൗസ് ലോൺ ഒക്കെ എടുക്കുന്നവർക്ക് ഈ ടേം ഇൻഷുറൻസ് കമ്പൽസറി ആയിട്ട് എടുക്കണം. അപ്പോൾ ഈ ഒരു മ്യൂച്വൽ ഫണ്ട് ഈ ടേം ഇൻഷുറൻസ് ഈ ഫ്രീ എന്ന് കേൾക്കുമ്പോൾ ഈ മ്യൂച്വൽ ഫണ്ട് എടുത്തു കഴിയുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരിക്കലും ഈ മ്യൂച്വൽ ഫണ്ട് വിടാൻ തോന്നൂല. കാരണം വേറെ ഒന്നുമല്ല, ഇൻഷുറൻസ് കട്ടാവും എന്ന് വിചാരിച്ചിട്ട്. ഈ മ്യൂച്വൽ ഫണ്ടിൽ SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയാൽ നമുക്ക് അതിന് പെർഫോം ചെയ്യാത്ത ഒരു മ്യൂച്വൽ ഫണ്ട് ആണെങ്കിൽ നമുക്ക് അത് എക്സിറ്റ് ചെയ്യാനായിട്ട് തോന്നൂല. കാരണം ഈ ഇൻഷുറൻസ് കട്ടാവും എന്ന് വിചാരിച്ചിട്ട്. ഒരു മ്യൂച്വൽ ഫണ്ടിന്റെ പെർഫോമൻസിന്റെ ക്രൈറ്റീരിയ വേറെ ഒന്നുമല്ല, ആ മ്യൂച്വൽ ഫണ്ട് മാനേജ് ചെയ്യുന്ന ഫണ്ട് മാനേജറാണ്. ആ ഫണ്ട് മാനേജർ മാറിക്കഴിയുകയാണെങ്കിൽ ആ മ്യൂച്വൽ ഫണ്ടിന്റെ കമ്പനിയും അതിന്റെ പേരും മാത്രമേ മാറാത്തേ ഉള്ളൂ. വേറൊരു ഫണ്ട് മാനേജർ വരുമ്പോൾ അതിന്റെ പെർഫോമൻസ് എന്തായാലും മാറും. അപ്പോ എന്തിനാണ് വെറുതെ ഒരു ഇൻഷുറൻസിന് വേണ്ടിയിട്ട് ആ മ്യൂച്വൽ ഫണ്ടിൽ നഷ്ടമാണെങ്കിലും അത് നമ്മുടെ കയ്യിൽ സ്റ്റക്ക് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം? അതിന്റെ ഒരു ആവശ്യവും ഇല്ല. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക. ഇൻഷുറൻസ് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു ടേം ഇൻഷുറൻസ് എടുക്കുക. ഒരിക്കലും മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഇത് മിക്സ് ചെയ്യാൻ പാടില്ല. ഒരിക്കലും കമ്പനി ഫ്രീ എന്ന് പറഞ്ഞ ഒരു സാധനം ഒരിക്കലും കമ്പനി വെറുതെ കൊടുക്കൂല. നമുക്ക് ആലോചിക്കേണ്ട ഒരു സിമ്പിൾ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എന്തുകൊണ്ടാണ് ഈ ചില കമ്പനീസ് കൊടുക്കുന്നത്, ബാക്കി കമ്പനീസ് എന്താ അവർക്ക് കൊടുത്തുകൂടെ എന്നുള്ള കാര്യം. ഇങ്ങനത്തെ ഒരു ഫീച്ചർ പറഞ്ഞ് സെല്ല് ചെയ്യുമ്പോൾ കൂടുതൽ ആളുകളെ അട്രാക്ട് ചെയ്യും. അത്ര അധികം ഫണ്ടിലേക്ക് മാനേജ് ചെയ്യും, AUMലേക്ക് വരികയും അവർക്ക് അതേപോലെ തന്നെ എക്സ്പെൻസ് റേഷ്യോ ചാർജ് ചെയ്യാനും പറ്റും. പിന്നെ ഇതിൻ്റെ അകത്തൊരു ക്യാച്ച് ഉള്ളതെന്ന് ചോദിച്ചാൽ എപ്പോഴെങ്കിലും നമ്മൾ പാർഷ്യലായിട്ട്, അതായത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് എമൗണ്ട് ഡീഇൻവെസ്റ്റ് ചെയ്താലോ, അതോ ഇത് വേറൊരു ഫണ്ടിലേക്ക് സ്വിച്ച് ചെയ്താലോ, അതോ ഫുൾ എമൗണ്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാലോ ഈ ഇൻഷുറൻസ് അപ്പോൾ ക്യാൻസൽ ആവും. അത് മാത്രമല്ല, പെട്ടെന്ന് പൈസ ഇല്ലാതെ അക്കൗണ്ടിൽ 2 പ്രാവശ്യം അടുപ്പിച്ച് മ്യൂച്വൽ ഫണ്ട് SIP നടന്നില്ലെങ്കിൽ ഈ ഇൻഷുറൻസ് ക്യാൻസൽ ആവും. ഇത് നമുക്ക് തുടരാനും പറ്റൂല. പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ ആയിട്ട് 4 പ്രാവശ്യത്തിൽ കൂടുതൽ SIP സ്റ്റക്കായി കഴിഞ്ഞാൽ ഈ ഇൻഷുറൻസ് ക്യാൻസൽ ആവും, വീണ്ടും റിവൈവ് ചെയ്യാൻ പറ്റൂല. സോ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഒരു ഇൻഷുറൻസിന് വേണ്ടി ഒരിക്കലും ഒരു മ്യൂച്വൽ ഫണ്ട് എടുക്കാൻ പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ആ കമ്പനീസ് എന്തിനാ ഇത് ചെയ്യണേന്ന് ചോദിച്ചാൽ ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ഇൻഷുറൻസിന് വേണ്ടിയിട്ട് ആൾക്കാർ അതിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അതിന്റെ ഒരു പെർഫോമൻസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഫണ്ട് മാനേജേഴ്സ് ആണ്. ഫണ്ട് മാനേജേഴ്സ് എപ്പോൾ വേണമെങ്കിലും വേറെ കമ്പനിയിലേക്ക് മാറാം മനുഷ്യന്മാരാണ്. സോ നമ്മൾ അതിന് ഇൻഷുറൻസ് ഫ്രീ ആയിട്ടുണ്ടെന്ന് വിചാരിച്ചാൽ അതിൻ്റെ അകത്ത് എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യരുത്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നമുക്കൊരു മ്യൂച്വൽ ഫണ്ട് അഡ്വൈസറിന്റെ ആവശ്യമില്ല. കാരണം ഒരു ഇൻഷുറൻസിന് വേണ്ടിയിട്ട് ജീവിതകാലം ഫുള്ള് ഇൻഷുറൻസ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് വേറെ ഒന്നും ആലോചിക്കേണ്ട. പിന്നെ എന്തിനാണ് ഒരു അഡ്വൈസറിന്റെ ആവശ്യം? ഒരു ഫണ്ട് പെർഫോം ചെയ്തില്ലെങ്കിൽ കറക്റ്റായിട്ട് അഡ്വൈസ് ചെയ്ത് സ്വിച്ച് ചെയ്യാൻ പറയാനായിട്ടാണ് ഒരു അഡ്വൈസറിന്റെ ആവശ്യം. ആ സമയത്ത് ഇൻഷുറൻസ് ഫ്രീ ആണ്, ഇത് കണ്ടിന്യൂ ചെയ്തോ എന്ന് പറയുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് ആവില്ല. പിന്നെ ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത്, ഇത് ഇക്വിറ്റി ബേസ്ഡ് മ്യൂച്വൽ ഫണ്ട്സിൽ മാത്രമേ ഉള്ളൂ, ഡെറ്റ് ഫണ്ട്സിലില്ല. അതെന്താണെന്ന് നോക്കണം. കാരണം എന്തുകൊണ്ടാണ് കമ്പനി ഇക്വിറ്റി ഫണ്ട്സിൽ മാത്രം ഇൻഷുറൻസ് കൊടുക്കണം, എന്തുകൊണ്ട് അവർക്ക് ഡെറ്റ് ഫണ്ട്സിൽ കൊടുത്തുകൂടാ? സംഭവം സിമ്പിൾ ആണ്. ഇക്വിറ്റി ഫണ്ട്സിൽ എക്സ്പെൻസ് റേഷ്യോ കൂടുതലാണ്, അവർ കൂടുതൽ ചാർജ് ചെയ്യും, നഷ്ടം വരാൻ സാധ്യത കൂടുതലുമാണ്. ഡെറ്റ് ഫണ്ട്സിൽ അങ്ങനെയല്ല, എക്സ്പെൻസ് റേഷ്യോ കുറവാണ്, നഷ്ടം വരാനുള്ള സാധ്യത വളരെ കുറവുമാണ്. ഇപ്പൊ ഇൻഷുറൻസ് ആവശ്യമുള്ളവരെന്ന് പറഞ്ഞാൽ, ഈ ടേം ഇൻഷുറൻസ് ആവശ്യമുള്ളവരെന്ന് പറഞ്ഞാൽ നല്ല ലയബിലിറ്റി ഉള്ളവരാണ്. അങ്ങനത്തെ ഉള്ളവര് സെപ്പറേറ്റ് ആയിട്ട് ഒരു ടേം കവർ എടുക്കുന്നതാണ് നല്ലത്. ഈ മ്യൂച്വൽ ഫണ്ട്സ് ആയിട്ട് മിക്സ് ചെയ്യരുത്. കാരണം പല ഡിസിഷൻസും ഈ ഇൻഷുറൻസ് ഫ്രീ ആണെന്നുള്ള ഒരു ഇതിൽ പല ഡിസിഷൻസും നമുക്ക് അത് സ്വിച്ച് ചെയ്യാനായിട്ട് തോന്നൂല. അങ്ങനത്തെ ഒരു പ്രോബ്ലം വരും. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു ആസ്ക്, കമന്റ് ചെയ്യുക. ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. Thanks a lot for watching.